ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 12/6/2025 വ്യാഴാഴ്ച 24,856 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,473 എന്ന ലെവലിലാണ്. അതായത് ഒരു 383 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയത്. നമുക്കറിയാം ഇന്നലെ സാമാന്യം നല്ല ഒരു സെല്ലിംഗ് ഫാളിംഗ് ആണ് ഉണ്ടായിരുന്നത്. നമ്മളൊരു തിക്ക് ബ്ലൂ ലൈൻ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഇന്നലെ രേഖപ്പെടുത്തിയ മൈനർ സപ്പോർട്ടാണ് രേഖപ്പെടുത്തിയത്. അതായത് ഇന്നലെ നൽകിയ ലോ ആയിരുന്നു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരുന്നത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമുക്കറിയാം താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ വളരെ റേഞ്ച് ഉള്ളവയാണ്. കിട്ടേണ്ടുന്ന ഒരു പ്രധാന സപ്പോർട്ട് പോലും നല്ല ദൂരത്തിലായിരുന്നു, നല്ല പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ്. എന്നാൽ അതിന് താഴെയും വീണ്ടും ലെവലുകൾ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അതിനെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രൈസ് വീണിരുന്നത്. ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് സമയത്തേക്ക് ഇത്രയും ലോ വന്നതല്ലേ, കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടാലോ എന്ന് എന്നോട് അഭിപ്രായം ചോദിച്ച ചിലരുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു ഞാൻ അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. എന്നാൽ ഇന്ന് ഇത്രയും താഴോട്ട് ഒരു ഓപ്പണിംഗ് ലഭിച്ചപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇന്ന് ലഭിച്ച ഓപ്പണിംഗ് ലോ തന്നെയാണ് ഡേയ്സ് ലോയും. 24,473 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. അവിടെ നിന്നും ഒരു പോയിന്റ് പോലും താഴെ പോകാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇതെല്ലാം നല്ല ഇൻവെസ്റ്റിംഗ് സ്റ്റേജ് കൂടിയാണ് ഇത്തരത്തിൽ കിട്ടുന്ന ഡിക്ലൈൻ എന്ന് നിരന്തരം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു ഫാൾ വന്നപ്പോൾ അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങുമായി ഇവിടെ നിന്നും കൃത്യമായും ബൈയിങ് നടന്നു. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഏതാണ്ട് 150 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി, ഒരു ഉയരം രേഖപ്പെടുത്തിയിരുന്നു. അടുത്ത് വന്ന ക്യാൻഡിലുകളും ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഫാൾ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടിന് മുകളിലോട്ട് കയറി ക്ലോസ് ആവുകയാണ് ചെയ്തത്. ഇത്തരം ഒരു അപ്പ് മൂവ് കിട്ടിയപ്പോൾ വീണ്ടും കിട്ടിയ ഡിക്ലൈൻ അത് കൃത്യമായും റിവേഴ്സലായി. എന്നാൽ ഈ തരത്തിലൊരു ഫാളിംഗ് ആയതുകൊണ്ട് വീണ്ടും സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് കരുതി ഈ ലെവൽ സെല്ല് ചെയ്തവരുണ്ട്. ഇവിടെ നിന്നും പ്രൈസ് വളരെ വേഗം മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ലാഭപ്പെടുത്തവരുണ്ട്. ഇവിടെ നിന്നും കവർ ചെയ്ത് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്തവരുണ്ട്. പിന്നീട് ട്രേഡിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചിലർ വിട്ടു നിന്നു. എന്നാൽ ഇവിടെ വീണ്ടും കയറി ക്ലോസ് ആകുമ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞ് പിന്നീട് കിട്ടിയ ഓരോ ഡിക്ലൈനും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ തരത്തിൽ പ്രൈസ് ഒരു നല്ല അവസരം തന്നെയാണ് തന്നിരുന്നത്. എന്നാൽ വളരെ ക്ഷമാപൂർവം പ്രൈസ് മൂവിങ് ലെവലുകൾ വാച്ച് ചെയ്ത് എൻട്രികൾ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു ബൈ ഓപ്ഷൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കി നിന്നവർക്ക് പലർക്കും പ്രോഫിറ്റുകൾ ചെറുതായിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിനെ നിരന്തരം ഫോളോ ചെയ്യുന്ന പലർക്കും ഈ ലെവലുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അവയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുമുണ്ട് എന്ന് കാണുന്നതിൽ സന്തോഷമാണ്. ഇന്നത്തെ ഡേയ്സ് ലോ ആൻഡ് ഹൈ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇന്നത്തെ ലോയിൽ നിന്നും ഒരു 280 പോയിൻറ്റിൻ്റെ അപ്പ് മൂവ് നൽകാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാമെന്ന് പരിശോധിക്കാം. 24,714 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 24,685 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അപ്പർ സൈഡിലേക്ക് 24,824, 915, 25,020 എന്ന ലെവലുകളാണ് റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,824 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ
തുടർന്ന് പ്രൈസ് അപ്പോഴ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,637 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ആകുന്നു, ഏതാണ്ട് ഈ ലെവലിനൊക്കെ താഴെ 24,580 താഴോട്ട് പ്രൈസ് വീണ്ടും ക്ലോസിംഗ് ലഭിക്കുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം കൂടി ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്ന പക്ഷം അല്പം നല്ല മൈനസ് നെഗറ്റീവിലേക്ക് പോയേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമാണ്. കൃത്യമായും പ്രൈസ് മൂവിങ് കണ്ട് മനസ്സിലാക്കി തന്നെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. 55,525 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 54,439 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,804 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് തുടർന്ന് അപ്പോൾ ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,327 എന്ന് പറയുന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ആകുന്നു, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് പ്രൈസ് വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ സ്വല്പം കൂടി നല്ല ഫാളിംഗ് ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിരിക്കുന്ന സപ്പോർട്ട് ലെവലുകൾ. അതിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയവ അല്പം സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് കരുതുന്നത്. 81,092 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 80,992 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 81,521, 732, 84,907, 82,107 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,521 എന്ന് പറയുന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് വീണ്ടും ക്ലോസിംഗ് 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ട് തരുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് അപ്പർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ മൈനർ റെസിസ്റ്റൻസുകളായും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 80,872 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ
വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും. അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. പ്രധാനമായും ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിക്കുന്നു 15 മിനിറ്റിൻ്റെ എങ്കിൽ പ്രൈസ് കൂടുതൽ വീക്കായേക്കാം എന്ന് കണക്കാക്കണം. അത്തരത്തിലാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മൈനർ ആൻഡ് സ്ട്രോങ്ങർ സപ്പോർട്ട് ലെവലുകൾ. ഈ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയത് അല്പം സ്ട്രോങ് സപ്പോർട്ടായി നിലകൊണ്ടേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലെവലാണ്. അപ്പോൾ ഇത്രയുമാണ് സാധാരണയായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്നവർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ പരിശോധനയിൽ ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പതിവ് പോലെ വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്